ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടിയാണ്. അതിനായി 4 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബീറ്റ്റൂട്ടിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഞാൻ കുക്കർ അടച്ച് വേവിക്കാൻ പോവുകയാണ്. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കറിൻ്റെ തീ കുറച്ചിടണം. പിന്നെ ഒരു വിസിലും കൂടി, ആകെ മൊത്തം 2 വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്തിടാം. എന്നിട്ട് കുക്കറിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബീറ്റ്റൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി ഞാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു വലിയ സബോള കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഇപ്പം ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. സബോള ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് സബോള. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ ചെരുകി മാറ്റി വെച്ച 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ കൂടി ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ സബോളയും തേങ്ങയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ഇടിമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ഇടിമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മുളക് കരിഞ്ഞു പോകും. ഇനി മുളക് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച ബീറ്റ്റൂട്ട് ചാറോടുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ചേരുവകളും സെറ്റാവുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു കറി കുഞ്ഞുങ്ങൾക്കെല്ലാം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ മുകളിലൊക്കെ വയ്ക്കുമ്പോൾ ചോറൊക്കെ നല്ല റെഡ് കളറാകുമ്പോൾ തന്നെ അവർക്ക് തുറക്കുമ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രഷൻ തോന്നും ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പം ഞാനിത് ലിഡ് വെച്ച് മൂടിയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് തവി വെച്ച് ഒന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ ഒഴിച്ചപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വറ്റി കൂട്ടാൻ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണയുടെയും നാളികേരത്തിൻ്റെയും മുളകിൻ്റെയും ഒക്കെ നല്ലൊരു മണം. നല്ല അടിപൊളി കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന നല്ലൊരു കറിയാണിത്. ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.